മാവേലിക്കര മുൻ MLA എം മുരളി വിടവാങ്ങി. ബാലജന സഖ്യത്തിലൂടെയാണ് അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ നിന്നും KSUവിലേക്കും പിന്നീട് യൂത്ത് കോൺഗ്രസിലേക്കും അവിടെ നിന്ന് കോൺഗ്രസിലേക്കും പിന്നീട് മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്കും എത്തിയ ഒരു നേതാവായിരുന്നു എം മുരളി. അദ്ദേഹത്തിൻ്റെ ജീവിത വഴിയിലൂടെ നമുക്ക് വിവരങ്ങളിലേക്ക് പോകാം. മനു, എന്തെല്ലാമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതയാത്രയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്? കോൺഗ്രസ് നേതാവും മുൻ മാവേലിക്കര MLAയുമായിരുന്ന എം മുരളി അന്തരിച്ചു. ഇന്ന് രാവിലെ 7:30 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോവിഡിന് ശേഷം വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹം നേരിട്ടിരുന്നതായി പലപ്പോഴും കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിരുന്നു. പതിവ് ചെക്കപ്പുകൾക്കായി തിരുവനന്തപുരത്തേക്ക് പോയതായിരുന്നു ഇന്നലെ. എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും രോഗം മൂർച്ഛിക്കുകയും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മാവേലിക്കര കോൺഗ്രസ് ഓഫീസിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് ചെന്നിത്തല കോൺഗ്രസ് ഓഫീസിലേക്കും തുടർന്ന് ചെറുകോലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ചെറുകോൽ വൈപ്പുവിളയിൽ KP മാധവൻ പിള്ളയുടെയും BK രാജമ്മയുടെയും മകനായി 1953 എം മുരളിയുടെ ജനനം. KS രമാദേവിയാണ് ഭാര്യ. മക്കൾ മിഥുൻ, മൃദുൽ, മൃണാൾ. വെള്ളിയാഴ്ച ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കരിക്കുന്നത്. 1991 മുതൽ നീണ്ട 20 വർഷക്കാലം മാവേലിക്കരയെ പ്രതിനിധീകരിച്ച് നിയമസഭാ അംഗമായിരുന്നു. അഖില കേരള ബാലജന സഖ്യത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് KSUവിലേക്ക് വരുന്നു. KSUവിന്റെ ജില്ലാ ഭാരവാഹിയാവുന്നു, സംസ്ഥാന ഭാരവാഹിയാവുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിലേക്ക് വരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാവുന്നു, ദേശീയ കൗൺസിൽ അംഗമാവുന്നു. ഇതിനിടെ ചേരിചേരാ രാഷ്ട്രങ്ങളുടെ യുവ സമ്മേളനത്തിന്റെ കോർഡിനേറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് 1989 ആദ്യമായി ഹരിപ്പാട്ടു നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ആ മത്സരത്തിൽ അന്ന് അദ്ദേഹത്തിന് വിജയിക്കുവാൻ സാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ തട്ടകമായ മാവേലിക്കരയിൽ 1991 അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു. CPMലെ S ഗോവിന്ദക്കുറുപ്പായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ എതിരാളി. എന്നാൽ ഗോവിന്ദക്കുറുപ്പിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എം മുരളി വിജയിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് മാവേലിക്കരക്കാരെല്ലാവരും കണ്ടത്. പിന്നീട് ഒരു വലിയ പരിവർത്തനത്തിന് തന്നെ അദ്ദേഹം തുടക്കം കുറിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചില എഴുത്തുകളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, MLA എന്നാൽ ജനങ്ങൾക്ക് എപ്പോഴും പ്രാപ്യമായിരിക്കേണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ MLAയുടെ ജീവിതം വളരെ ലളിത ജീവിതമായി നയിച്ച ഒരു രാഷ്ട്രീയക്കാരനാണ് എം മുരളി. കാറിൽ കയറി മണ്ണിൽ തൊടാതെ നടക്കുന്ന പല MLAമാരും നമുക്ക് ചുറ്റുമുള്ളപ്പോഴും അതിനൊക്കെ ഒരു പേരുദോഷമാണ് എം മുരളി എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം സദാ ജനങ്ങൾക്കിടയിലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മിക്കവാറും ബൈക്കുകളിലാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരം. പരിചയമില്ലാത്തവരുടെ ഒക്കെ ബൈക്കുകൾക്ക്, ഇരുചക്ര വാഹനങ്ങൾക്ക് കൈ കാണിച്ചു നിർത്തുകയും അതിന്റെ പിന്നാലെ കയറി അദ്ദേഹത്തിന് പോകുവാനുള്ള വഴിയിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന പല അനുഭവക്കുറിപ്പുകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ്. അത് എപ്പോഴും കൃത്യമായി മനഃപൂർവ്വം എന്ന് തന്നെ പറയണം. MLA എപ്പോഴും ജനങ്ങൾക്ക് പ്രാപ്യനായിരിക്കണം, എപ്പോഴും ജനങ്ങളുടെ കൂടെയുള്ള ഒരാളായിരിക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും. അത്തരത്തിലേക്ക് MLAമാരെ മാറ്റുവാൻ ഒരു പക്ഷേ അതിനൊരു മാതൃക കാണിച്ചു കൊടുക്കുകയായിരുന്നു എം മുരളി എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് എം മുരളിയുടേത്. വളരെ വ്യത്യസ്തനായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് പല ഇരട്ട പേരുകളും ഈ വ്യത്യസ്തതകൾ കൊണ്ട് തന്നെ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒന്ന് ബലിക്കാക്ക എന്നും മറ്റ് ഊട്ടുണ്ണി എന്നും അങ്ങനെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിന് വിവിധ ഇരട്ട പേരുകൾ ചാർത്തി നൽകിയിരുന്നു. ഇതൊക്കെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം എത്രത്തോളം ജനകീയനായിരുന്നു എന്നുള്ളത് വെളിവാക്കുന്നത് കൂടിയായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു രസകരമായ കാര്യം എന്ന് പറയേണ്ടി വരും. കാരണം എപ്പോഴും അദ്ദേഹം വളരെ ജനകീയനായിരുന്നു എന്നുള്ളതിന്റെയാണ് ഈ ബലിക്കാക്ക എന്ന് പറഞ്ഞ പേര് പോലും. കാരണം എല്ലാ മരണഭവനങ്ങളിലും എല്ലാ കല്യാണ വീടുകളിലും എവിടെ സഞ്ചയനം നടന്നാലും അങ്ങനെ തന്റെ ജനങ്ങളുമായി തനിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒരു മിനിറ്റെങ്കിലും ഒരാളുമായി ഒരു പരിചയമുണ്ടെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു എം മുരളി എന്ന് എടുത്തു പറയേണ്ടതാണ്. അത്രത്തോളം ജനകീയൻ. അങ്ങനെ ഒരു MLA മാവേലിക്കര കണ്ടിട്ടില്ല. ഒരു പക്ഷെ കേരളം പോലും അത്തരത്തിൽ ജനകീയനായ അല്ലെ ജനങ്ങൾക്കൊപ്പം നടക്കുന്ന, ജനങ്ങളിൽ ഒരാളായി സദാസമയവും ഈ നിയമസഭാ മണ്ഡലത്തിന്റെ മുക്കിനും മൂലയിലും കാണാവുന്ന
ഒരാളെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരാളെ നമുക്ക് എടുത്ത് കാണിക്കുവാൻ ഇനി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. അത് തന്നെയല്ല, മാവേലിക്കരക്കാർ ആരെങ്കിലും തിരുവനന്തപുരത്ത് എത്തിയാൽ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടോ എന്റെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ മാവേലിക്കരക്കാർ ആര് തിരുവനന്തപുരത്ത് എത്തിയാലും എങ്ങനെയെങ്കിലും എം മുരളിയുടെ മുൻപിൽ ചെന്നുപെടും. അവരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ട വഴിയിലേക്കും പോകും. അവർക്ക് എവിടെയാണോ പോയി എന്ത് കാര്യമാണോ സാധിക്കേണ്ടത് അവരെയും വിളിച്ച് ആ ഓഫീസിൽ ചെന്ന് തന്റെ ഇന്ന ആളാണ്, അല്ലെങ്കിൽ തന്റെ സഹപ്രവർത്തകനാണ്, അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ കൃത്യമായി നടത്തി കൊടുക്കുന്നതിലും ജാഗരൂകനായിരുന്നു അദ്ദേഹം എന്ന് എടുത്തു പറയേണ്ടതെന്നാണ്. അല്ലെങ്കിൽ മാവേലിക്കരയുടെ ഒരു വലിയ ശബ്ദമായിരുന്നു അദ്ദേഹം എന്ന് എടുത്തു പറയേണ്ടി വരും. ഇതിനൊക്കെ ഉപരി അദ്ദേഹം സഭയിൽ ഉന്നയിച്ചിരുന്ന ചില കാര്യങ്ങളാണ്. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം കൂടുന്ന സമയത്ത് വെള്ളിയാഴ്ചകൾ വരുമ്പോൾ ഇത് എം മുരളിയുടെ ദിവസമാണെന്നാണ് പലപ്പോഴും നിയമസഭയ്ക്കിടയിലെ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു വർത്തമാനം. അതിന് കാരണം ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എം മുരളിയാണ്. ഏറ്റവും കൂടുതൽ അതിൽ എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് മലയാള സർവകലാശാല അല്ലെ മലയാള ഭാഷാ പഠന കേന്ദ്രം ഈ വിഷയത്തെ സംബന്ധിച്ച് ഒക്കെ ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വനിതാ കമ്മീഷൻ പോലെ വൃദ്ധജനങ്ങൾക്കായി ഒരു കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം അദ്ദേഹം സഭയിൽ ഉന്നയിച്ച ഒരു ബില്ലാണ്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും വേണമെന്നത് 2001 അദ്ദേഹത്തിന്റെ ഒരു ബില്ലായിരുന്നു. അങ്ങനെ തൊട്ട് അനേകം ബില്ലുകൾ, സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിൽ വളരെ വ്യത്യസ്തനായിരുന്നു സഭയിൽ. ഏറ്റവും കൂടുതൽ, അതായത് ഈ ഓണാട്ടുകര പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും 1996 ഓണാട്ടുകര വികസന അതോറിറ്റി ബിൽ അദ്ദേഹം ഇപ്പോൾ ആ വികസന അതോറിറ്റിയുടെ ഭാഗമായി എള്ള് കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ 100 ഏക്കറിൽ സ്ഥാപിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹം ഉന്നയിച്ചതാണ് ആ ഒരു ബില്ല്. പിന്നെ കൂടാതെ 96 തന്നെ പെൻഷൻകാർക്ക് ആശ്വാസം നൽകുന്ന ബില്ല്, 96 വിമുക്ത ഭടന്മാർക്ക് ആശ്വാസം നൽകുന്ന ബില്ല്, കേരള ഹോട്ടൽ തൊഴിലാളി ക്ഷേമനിധി ബില്ല്, കേരള അലക്ക് തൊഴിലാളി ക്ഷേമനിധി ബില്ല്, കേരള മരംകയറ്റ് തൊഴിലാളി ബില്ല്, മലയാള സർവകലാശാല ബില്ല്, കേരള ഫോട്ടോഗ്രാഫർമാരുടെ ക്ഷേമനിധി ബില്ല്, കേരള തടപ്പായ നെയ്ത്ത് തൊഴിലാളി ക്ഷേമനിധി ബില്ല്, കേരള പർപ്പടക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബില്ല്, കേരള കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശീലകരുടെ ബില്ല്, അങ്ങനെ തുടങ്ങി ഏതാണ്ട് ബില്ലുകൾ സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സഭാ സാമാജികനാണ് എം മുരളി എന്ന് നമുക്ക് എടുത്തു പറയാതിരിക്കുവാൻ സാധിക്കില്ല. മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം എം മുരളിയുടെ 20 വർഷത്തെ ഭരണകാലം ഒരു വലിയ വികസന കാലമായിരുന്നു എന്നുകൂടി പറയേണ്ടി വരും. കാരണം മാവേലിക്കര ഒരു രാജവംശത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു തിരുവനന്തപുരം കഴിഞ്ഞാൽ മാവേലിക്കര എന്ന തരത്തിലേക്ക് ഒരു പ്രൗഢിയുള്ള സ്ഥലമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. സ്വാതന്ത്ര്യാനന്തരം ഇത് തഴയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണെന്ന് പറയേണ്ടി വരും. 1947 മുമ്പ് എന്തുണ്ടായിരുന്നോ അതേ ഉള്ളൂ ഇന്നും എന്ന് പലപ്പോഴും നമ്മൾ വിലപിക്കുന്നതിൻ്റെ ഒരു കാരണം അങ്ങനെയുള്ള പല വിധത്തിലുള്ള പല തരത്തിലുള്ള തഴയലുകൾ തന്നെയായിരുന്നു. അപ്പം എം മുരളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാവേലിക്കരയ്ക്കായി ചെയ്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ പ്രസക്തമായ കുറച്ച് കാര്യങ്ങളുടെ ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞു പോകേണ്ടതായുണ്ട്. മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷൻ, അദ്ദേഹം അന്ന് മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഓണാട്ടുകര കേന്ദ്രീകരിച്ച് മധ്യ തിരുവിതാംകൂർ ജില്ല വരുന്നു, അന്ന് മാവേലിക്കര ആയിരിക്കും ജില്ലാ ആസ്ഥാനം. അങ്ങനെ ആ മാവേലിക്കര ജില്ലാ ആസ്ഥാനത്തിന് ഒരു കളക്ടറേറ്റ് എന്ന തലത്തിലേക്കാണ് അന്ന് അദ്ദേഹം ഈ മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. രണ്ടാമത്, മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കി ഉയർത്തി. രാജഭരണ കാലഘട്ടത്തിൽ ഉള്ള ആശുപത്രിയാണ്, അതിനെ ജനറൽ ആശുപത്രിയായി ഉയർത്തുകയും 100 കിടക്കുകളുള്ള ബഹുനില മന്ദിരം അവിടെ പണിയുകയും അതിനോടനുബന്ധിച്ച് അനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. മാവേലിക്കര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇത് കൊണ്ടുവന്നത് എം മുരളിയാണ്. ശാരദാ മന്ദിരത്തിൽ ഭാഷാ പഠന കേന്ദ്രത്തിന് പുതിയ കെട്ടിട സമുച്ചയത്തിനായുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആദ്യഘട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇത് കേരള സർക്കാർ AR സ്മാരക മന്ദിരമായി കേരള സർക്കാർ ഈ ശാരദാ മന്ദിരത്തിലെ ഏറ്റെടുക്കുന്നത്. രാജാ രവിവർമ്മ കോളേജ്, അതായത് പരിമിതികളുടെ നടുവിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന കലാപഠന കേന്ദ്രമായ രാജാ രവിവർമ്മയുടെ, വിശ്വവിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പേരിലുള്ള കലാപഠന കേന്ദ്രം, അതിനായി ഒരു ബഹുനില മന്ദിരം, അവിടുത്തെ പരിമിതികളെ മനസ്സിലാക്കി ഒരു ബഹുനില മന്ദിരം സ്ഥാപിച്ചത് എം മുരളിയാണ്. കൂടാതെ നമ്മുടെ രാജാ രവിവർമ്മ സെന്റർ ഫോർ എക്സലൻസ് മാവേലിക്കരയിൽ എത്തിച്ചതും ഇതേ എം മുരളി തന്നെയാണ്. KSRTCക്ക് അന്ന് KSRTC ഒക്കെ വളരെ
ബഹുദൂരം മുന്നിലായിരുന്നു. ഒത്തിരി സർവീസുകളും ഉണ്ടായിരുന്നു. KSRTCയുടെ ഇപ്പോൾ നിൽക്കുന്ന മന്ദിരം കൂടാതെ ഈ നിരവധി സർവീസുകളാണ് ആ കാലഘട്ടത്തിൽ KSRTCക്കായിട്ട് മുരളി MLA അനുവദിപ്പിച്ചത്. പലപ്പോഴും ഈ കിടത്തി ചികിത്സാ സൗകര്യമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവയൊക്കെ വിഭാവനം ചെയ്തതും ചെട്ടുകുളങ്ങരയിലും ഈ പറഞ്ഞ വള്ളികുന്നത്തും കുറത്തിയാട്ടും ഒക്കെ അങ്ങനെ കിടത്തി ചികിത്സാ സൗകര്യമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൊണ്ടുവന്നതും മുരളിയുടെ കാലഘട്ടത്തിലാണെന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ കോടതിയുടെ ഭാഗമായി ഒരു കോടതി ഗ്രന്ഥശാലയും ഈ നീതിന്യായ ഭവൻ എന്ന് പറഞ്ഞ ഒരു സമുച്ചയവും പിന്നെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം റൂം, മോർച്ചറി ആദ്യഘട്ടത്തിലെ ഇപ്പോഴത്തെ ഇപ്പം പുതിയ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ മോർച്ചറി കെട്ടിടവും ഒക്കെ വരുന്നത്. അന്ന് ഈ മുരളിയുടെ കാലഘട്ടത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം റൂമും മോർച്ചറി കെട്ടിടവും ഒക്കെ മാവേലിക്കരയിൽ അനുവദിക്കപ്പെടുന്നത്. പിന്നെ പകൽ വീട്, മാവേലിക്കരയിലെ സീനിയർ സിറ്റിസൺസിനായിട്ടുള്ള പകൽ വീട് പള്ളികുന്നം ആയുർവേദ ആശുപത്രി പുതിയ മന്ദിരം കൊണ്ടുവരുന്നത്, ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയം വരുവാനായി ഒട്ടനവധി PJ കുര്യന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് കൊണ്ടുവരുന്നതെങ്കിലും അതിനുവേണ്ടി ഒട്ടനവധി പ്രവർത്തനം നടത്തുകയും പരിശ്രമിക്കുകയും ആ സ്ഥലം ഏറ്റെടുക്കുവാനൊക്കെ ആയി നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ മാവേലിക്കരയുടെ 20 വർഷത്തെ 1991 മുതൽ 2011 വരെയുള്ള മാവേലിക്കരയുടെ ഒരു സുവർണ കാലഘട്ടത്തിന്റെ അമരക്കാരനായിരുന്നു മുരളി എന്ന് തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ അതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇന്നും കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സമിതിയുടെ ചെയർമാനായിരുന്നു. മാവേലിക്കരയുടെ രാഷ്ട്രീയത്തിന് വലിയൊരു നഷ്ടമാണ് മുരളിയുടെ ഈ വിടവാങ്ങൽ. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ മാവേലിക്കരയിലും ജില്ലയിലുമൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ എന്തിനേറെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ നിയന്ത്രിച്ചിരുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാടിൽ എല്ലാവിധ ആദരാഞ്ജലികളും കുടുംബത്തിന്റെയും ഈ നാടിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.